കൊച്ചി തമ്മനത്ത് വാട്ടർ ടാങ്ക് പൊട്ടി ഏകദേശം 1.5 കോടിയിലധികം സംഭരണ ശേഷിയുള്ള വലിയ വാട്ടർ ടാങ്കാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുകയും വാർത്തയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ. ഇന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ കുടിവെള്ള ടാങ്ക് പൊട്ടിയതിൻ്റെ ഭാഗമായി പല ഭാഗത്തേക്കുമുള്ള കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കപ്പെടുമോ? ഏതൊക്കെ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തി എന്ന് ചോദിച്ചറിയാം കെ എം ഉമേഷിനോട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലെ പല ഭാഗത്തേക്കും കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കാണ് കഴിഞ്ഞ ദിവസം അവിടെ വിള്ളലുണ്ടായതിനെ തുടർന്ന് പൊട്ടിയത്. ഏതൊക്കെ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു? ഇതിന് പൈപ്പ് വിതരണത്തിലൂടെ അല്ലാതെ ടാങ്കർ വഴി കുടിവെള്ളം വിതരണം ചെയ്യുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പൂർണ്ണ തോതിൽ ഇതെപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നാണ് പറയുന്നത്? വിനിഷ, ഏതാണ്ട് 30% ഭാഗങ്ങളിൽ, കോർപ്പറേഷൻ്റെ ഏതാണ്ട് 30% ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നിലയ്ക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് അന്ന് പോയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം വലിയ അപകടം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ആളപായം ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസം. പക്ഷേ ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമൊക്കെ അന്ന് ഉണ്ടായതാണ്. റോഡുകളൊക്കെ തകർന്നു, മതിലുകൾ തകർന്നു, വാഹനങ്ങൾ ഒലിച്ചു പോകുന്നു. ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരെ വെള്ളം കയറിയത് നശിക്കുന്ന അവസ്ഥ. ഈ പറഞ്ഞതുപോലെ 30% ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നിലയ്ക്കുകയും ചെയ്തു. ഈ വലിയ ടാങ്കിൻ്റെ 1.35 കോടി ലിറ്റർ, 1,35,00,000 ലിറ്റർ സംഭരണശേഷിയുള്ള വലിയ ടാങ്കിൻ്റെ 2 അറകളാണുള്ളത്. അതിൽ ഒരറയ്ക്കാണ് കേടുപറ്റിയത്. അതാണ് താഴേക്ക് ഇരുന്നു പോയി ഭിത്തി ഇളകി വെള്ളം പുറത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടായത്. അത് അതേപടി നിലനിർത്തുക, അത് അറ്റകുറ്റപ്പണിക്ക് ശേഷം മാത്രം അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക. അതുവരെ ബാക്കിയുള്ള അറ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ വാട്ടർ അതോറിറ്റിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ബിനു ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചു. വിദഗ്ധരുമായൊക്കെ കൂടിയാലോചന നടത്തി. അവരുടെയൊക്കെ പരിശോധനകൾക്ക് ശേഷം ഈ 2 അറകളിൽ ഒന്നിൽ യാതൊരു കേടുപാടുകളുമില്ല, അതിൽ വെള്ളം എത്തിച്ച് പമ്പിംഗ് പുനരാരംഭിക്കാം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഇന്നലെ വൈകിട്ടോടെ തന്നെ ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടത്തി. അങ്ങനെ അത് കുഴപ്പമില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അതിൻ്റെ പമ്പിംഗ് പുനരാരംഭിക്കുന്ന നിലയിലേക്ക് എത്തി. ഈ പറയുന്ന ഭാഗങ്ങളിലേക്കൊക്കെ നിലച്ചുപോയ കുടിവെള്ള വിതരണം നിലച്ച ഭാഗങ്ങളിലേക്കൊക്കെ പമ്പിംഗ് വഴി തന്നെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പച്ചാളം, വടുതല, അങ്ങനെ നഗരത്തിൻ്റെ തന്നെ ഭാഗങ്ങളിൽ, ചേരാനല്ലൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവിടേക്കൊക്കെയാണ് ഈ കുടിവെള്ള വിതരണത്തെ നേരത്തെ ബാധിച്ചത്. അവിടെ ഏറ്റവും അവസാനം ഇതിൻ്റെ എൻഡിലേക്ക് എത്തുന്ന ഭാഗത്ത് ഇപ്പോഴും കുടിവെള്ള വിതരണത്തിന് ചിലപ്പോൾ പ്രശ്നം നേരിടാൻ ഇടയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. അങ്ങനെ ടാങ്കറുകളിലുള്ള കുടിവെള്ള വിതരണവും ആരംഭിക്കും. അങ്ങനെ ഇന്ന് മുതൽ ഏതാണ്ട് വലിയ തരത്തിൽ ബാധിക്കാതെ വെള്ളം എത്തിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ടാങ്കർ പോലും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ള പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ടാങ്കുകൾ 1000 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 3000-4000 ലിറ്ററിൻ്റെയൊക്കെ ടാങ്കുകൾ സ്ഥാപിച്ച് അവിടെ നിന്ന് വെള്ളം എത്തിക്കുക എന്ന നിലയിലും തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ അന്ന് ഈ ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ജനങ്ങൾക്ക് വരാത്ത രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 2 അറകളുള്ളതിൽ ഒന്നിന് കേടുപാടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേതിൻ്റെ അറ്റകുറ്റപ്പണി അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാക്കാൻ കഴിയുമോ എന്നുള്ളതും ഇന്നലെ പരിശോധിച്ചിരുന്നു. വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ അടക്കം അവിടെ എത്തി. അപ്പോൾ അത് ശരിയാക്കാം എന്നുള്ളത് തന്നെയാണ്. അത് അവിടുത്തെ മണ്ണ് അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കി ബലപ്പെടുത്തി ആ ഭാഗവും പുനർനിർമ്മിക്കാം എന്നുള്ളത് തന്നെയാണ് കരുതിയിട്ടുള്ളത്. പക്ഷേ അതിന് സമയമെടുക്കും. ഈ 2 അറകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുക. അത് നേരത്തെ 7 മണിക്കൂർ സമയം പമ്പിംഗ് ഉണ്ടായിരുന്നു. അത് 2 തവണയായി 7 മണിക്കൂർ എന്നുള്ളത് അതിൻ്റെ പമ്പിംഗ് സമയം കൂട്ടിയിട്ടുണ്ട്. 3 തവണയായി 7 മണിക്കൂർ എന്ന നിലയിലേക്ക് പമ്പിംഗ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചു, കുടുംബാരോഗ്യ കേന്ദ്രം അവിടേക്ക് വെള്ളം കയറി നശിച്ചു. അത് വൃത്തിയാക്കാൻ CIT തൊഴിലാളികളടക്കം അത് വൃത്തിയാക്കാൻ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് ഒട്ടേറെ കാര്യങ്ങൾ, മരുന്നൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം പഴയപടിയാക്കണം. അതുകൊണ്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് ആ കുടുംബാരോഗ്യ കേന്ദ്രവും പ്രവർത്തനം തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം കുടിവെള്ളം എത്തിക്കലാണ്. അത് നടക്കുന്നു. രണ്ടാമത്തെ കാര്യം അവിടുത്തെ ശുചീകരണമാണ്. അതും കഴിഞ്ഞ ദിവസങ്ങളിൽ CIT തൊഴിലാളികളുടെയും എല്ലാവരുടെയും ഒക്കെ സഹകരണ ഫലമായി അതും പുരോഗമിക്കുന്നുണ്ട്.
പിന്നീടുണ്ടായത് നാശനഷ്ടങ്ങളാണ്. ഗൃഹോപകരണങ്ങൾ, വീടുകൾ, മതിലുകളൊക്കെ നശിച്ചിട്ടുണ്ട്. അത് ശരിയാക്കാനായി റവന്യൂ വിഭാഗം അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കണക്കെടുപ്പ് 12 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളത് തഹസിൽദാർ തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽ നടപടികൾ ഉണ്ടാകും എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ തരത്തിലും ഉള്ള സജ്ജീകരണങ്ങൾ, അവിടെ ഉണ്ടായ പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ അപകടം, ആ ദുരന്തം, അതിൽ നിന്ന് കരകയറാൻ വേണ്ട നടപടികളെല്ലാം ദ്രുതഗതിയിൽ സ്വീകരിക്കുകയാണ്. വിനീഷ. ശരി ഉമേഷ്, ഏതായാലും തമനത്ത് കുടിവെള്ള ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് നിലവിൽ ഭാഗികമായി പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണ തോതിൽ കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ എവിടേക്കാണോ വെള്ളം പോയിരുന്നത് ആ സ്ഥലങ്ങളിലേക്കൊക്കെ കുടിവെള്ളം എത്തിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടു കൂടി അത് പൂർണ്ണ തോതിൽ സജ്ജമാകുമെന്നാണ് കെ ഉമേഷ് നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത്.